നമസ്കാരം. നമസ്കാരം. അതായത് സി പി എമ്മിനെ ഞെട്ടിച്ച ഒരു സംഭവമാണ് ആയിഷ പൊയ്റ്റിയുടെ കോൺഗ്രസ് പ്രവേശനം. ആയിഷ പൊയ്റ്റി പോലുള്ള സത്യസന്ധയായ പാർട്ടി അണികൾക്കും അതായത് പൊതുസമൂഹത്തിനും അംഗീകരിക്കുന്ന ഒരു നേതാവ്, മാതൃകയായിട്ടുള്ള നേതാവ്, അഹംഭാവമില്ലാത്ത എല്ലാവരോടും ഒരേപോലെ നല്ല രൂപത്തിൽ പെരുമാറുന്ന നേതാവ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാവ്, ഓരോ തവണയും വെച്ചടി വിജയം നേടിയിട്ടുള്ള നേതാവ്. ആ നേതാവാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കോൺഗ്രസിൽ ചേർന്ന് ഞെട്ടിച്ചത് സി പി എമ്മിന്. ഇത് എത്രമാത്രം എഫക്റ്റ് ചെയ്യും സി പി എമ്മിന്? ഇന്ന് നേരെ വിപരീതമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കി. ഐഷ പോറ്റിക്ക് പകരം പി ദേവിയും ചിന്താ ജെറോമും പിന്നെ ആര്യ രാജേന്ദ്രൻ അങ്ങനെയുള്ളവരൊക്കെയാണ് തിരിച്ചിങ്ങോട്ട് ചേർന്നിരുന്ന കോൺഗ്രസിലേക്ക് വന്നിരുന്നെങ്കിൽ കോൺഗ്രസിൻ്റെ ഗതി എന്താകുമായിരുന്നു? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവർ കോൺഗ്രസിൽ നിന്ന് കൊണ്ടുപോയ ആർക്കും തന്നെ, ഇപ്പോൾ കെ വി തോമസ് ആണെങ്കിലും പി സി ചക്ക ആണെങ്കിലും കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട സി പി എമ്മിലേക്ക് പോയ ഒരു നേതാവിനും ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റിയില്ലെന്ന് പല പ്രാവശ്യം കൊണ്ട് അവർ കാണിച്ചു കൊടുത്തു. പക്ഷേ സി പി എമ്മിൽ നിന്നും മാറി വരുന്നവർ സമൂഹം അവരെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഐഷ പോറ്റി എന്ന് പറഞ്ഞാൽ ഒരു ജയൻ കില്ലറാണ്. ബാലകൃഷ്ണനാണ് കേരളത്തിലെ ഒരുപക്ഷെ കരുണാകരൻ കഴിഞ്ഞാൽ ഏറ്റവും കരുത്തനായ നേതാവായിരുന്നു. അത് ബേബി വേണം ബാലകൃഷ്ണനുള്ള കരുണാകരൻ. അപ്പോൾ അതിലേറ്റവും കരുത്തനായ നേതാവായിരുന്നു ബാലകൃഷ്ണനുള്ള ഒരാൾ. പക്ഷേ ആ ബാലകൃഷ്ണപിള്ളയാണ് തോൽപ്പിക്കുന്നത്. ഇത് പറയുമ്പോൾ എനിക്കൊരു കഥ ഓർമ്മ വരുന്നു. ക്ലിയോപാട്രയുടെ കഥയാണ്. ക്ലിയോപാട്രയിലെ ഗ്രീസിലെ യുദ്ധത്തിൽ തോൽക്കുമെന്നാകുന്ന സന്ദർഭത്തിൽ ക്ലിയോപാട്ര ഗ്രീസ് ചക്രവർത്തിക്ക് ജൂലിയസ് സീസറിനൊരു കത്തെഴുതുന്നുണ്ട്. ഞാനൊരു സ്ത്രീയാണ്, എൻ്റെ സൈന്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ചക്രവർത്തിയാണ്, സൈന്യവും വലുതാണ്, നിങ്ങളോടൊരു യുദ്ധത്തിൽ തോറ്റാൽ എനിക്ക് യാതൊരു നാണക്കേടുമില്ല. പക്ഷെ മറിച്ച് ഒരു സ്ത്രീയായ എന്നോടാണ് നിങ്ങൾ തോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന അപമാനം എത്രയായിരിക്കണം എന്ന് ആലോചിക്കുക. ആ ഒരു കണ്ടീഷനിൽ ജൂലിയസ് സീസർ യുദ്ധത്തിൽ നിന്ന് പിന്മാറാനാണ് പറയുന്നത്. പക്ഷേ ബാലകൃഷ്ണപിള്ള ഇവിടെ യുദ്ധം ചെയ്യാൻ വന്നു. ഐഷ പോറ്റി യുദ്ധം ചെയ്തു. ബാലകൃഷ്ണപിള്ള തോറ്റു. ഹ്യൂമിലേറ്റിംഗ് ഡിഫീറ്റ്, ഏറ്റവും ദയനീയമായ തോൽവിയായിട്ടാണ് അതിനെപ്പറ്റി ചിത്രം. എല്ലാ തരത്തിലും എവരി ഫൂഡൽ ഇൻ ദ സെൻസ്. ആ മാടമ്പിയായിരുന്നു, അധികാരം ഉണ്ടായിരുന്നു, അധികാര പ്രമത്തത ഉണ്ടായിരുന്നു, NSSന് സമുദായത്തിൻ്റെ എല്ലാം ഉണ്ടായിരുന്നു അങ്ങാർക്ക്. പക്ഷേ ഐഷ പോറ്റിയുടെ മുമ്പിൽ തോറ്റുപോയി. അടിയന്തരാവസ്ഥ സമയത്ത് പോലും വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചാണ് ബാലകൃഷ്ണപിള്ള. 36,000 വോട്ടിനിട്ട് അന്ന് ജയിച്ചത്. അവിടെ ഐഷ പോറ്റി അവിടെ ജയിക്കുന്നതിൻ്റെ അടിസ്ഥാനം ഐഷ പോറ്റിയുടെ സ്വഭാവമാണ്. CPM അല്ല അവിടെ ജയിക്കും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതായത് പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാതൃകയായിട്ടുള്ള ജനങ്ങളോടുള്ള പെരുമാറ്റം, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിലുള്ള അവരുടെ സേവന മനസ്ഥിതി, എല്ലാവരോടും ഒരേപോലെ കാണാനുള്ള മനസ്ഥിതി, ജാതി മതങ്ങൾക്കപ്പുറം അവർ സൊസൈറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള പ്രതീതിയല്ല, സത്യസന്ധമായ പ്രവർത്തനം. ഇതൊക്കെയാണ് ആയിഷ പൊറ്റിയെ പിണറായിസത്തിൽ നിന്ന് വേർതിരിക്കുന്നത്. അപ്പം പിണറായിസത്തിനെതിരെയുള്ള ഒരു പോരാട്ടം കൂടിയാണ് ആയിഷ പൊറ്റി ചെയ്തിട്ടുള്ളത്. ഇത് എത്രമാത്രം എഫക്റ്റ് ചെയ്യും മാർക്സിസ്റ്റ് പാർട്ടിയെ, ഇടതുപക്ഷത്തെ? ഇത് ആയിഷ പോറ്റിയുടെ സാന്നിധ്യം അല്ലെ വിടവാങ്ങൽ CPMനോട് യാത്ര പുറത്തിൽ എഫക്റ്റീവ് ആകാൻ പോകുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരു നേതൃത്വ ശൂന്യതയുണ്ട്. നേതൃത്വ ശൂന്യത. പിണറായി വിജയൻ സെക്രട്ടറി, പാർട്ടി സെക്രട്ടറി, മുഖ്യമന്ത്രി എന്തും ആയിക്കോട്ടെ. നേതൃത്വ ശൂന്യത എന്ന് പറഞ്ഞാൽ അച്യുതാനന്ദൻ്റെ മരണശേഷം ഒരു ക്രൗഡ് പുള്ളർ, ജനങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുന്ന ഒരു നേതൃത്വമില്ല. ആ ശൂന്യത അവിടെ കിടക്കുകയാണ്. അത്തരം ശൂന്യതയിൽ നിന്ന് ഊർജ്ജം സംഭരിക്കാൻ ആർക്ക് പറ്റും? ഐഷ പോറ്റിയെ മാത്രമല്ല, ഐഷ പോറ്റിയെ പോലുള്ളവർക്ക് പറ്റും. ഞാൻ മനസ്സിലാക്കുന്നത് VS അച്യുതാനന്ദനെ ആരാധിച്ചിരുന്ന, VS അച്യുതാനന്ദനാണ് ശരിയെന്ന് ചിന്തിച്ചിരുന്ന CPMൻ്റെ അണികൾ എനിക്ക് തോന്നുന്നു ആയിഷ പൊറ്റിയുടെ കൂടെ നിൽക്കും. അവരെല്ലാവരും തന്നെ ചിന്തിക്കുന്നത് ഈ ഭരണം മാറണം, ഈ ഭരണം ഇനിയും പോയാൽ CPM എന്നുള്ള പ്രസ്ഥാനമേ ഉണ്ടാവില്ല. ഇപ്പോൾ പോകുന്ന പോക്ക് ബൂർഷ മുതലാളിമാരുടെ പോലെയുള്ള പ്രവർത്തനവും അതേപോലെ പെരുമാറ്റവും ഏകാധിപതികളെ പോലെയുള്ള ആളുകളോടുള്ള പോലീസിനൊക്കെ ഉപയോഗിച്ചുള്ള വേട്ടയും ഒക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്. ക്യാപിറ്റലിസവും ഫാസിസവും സ്റ്റാലിനിസവും, ഇത് 3 തിന്മകൾ ഒരുമിച്ച് ചേർന്നാണ് നമ്മുടെ സിസ്റ്റം പാർട്ടി. അല്ല, എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ 1000 ഹിറ്റ്ലർമാർ ചേർന്നാൽ ഏതാണോ അതിന് തുല്യമാണ് പിണറായി. അപ്പോൾ ആ പിണറായി ഒറ്റയ്ക്ക് തീരുമാനം എടുക്കുന്നു, ഒറ്റയ്ക്ക് കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു. അവിടെ ഞാൻ ചെറിയ വിജയപ്പെടുന്നത് 1000 ഹിറ്റ്ലർമാർ ചേർന്നാൽ അതിൽ പിണറായിക്ക് തുല്യമെന്ന് പറയുമ്പോൾ മറിച്ച് വേറെ കൂടെയുണ്ട്. അതിൻ്റെ 4-1 കഴിവില്ലാത്ത പിണറായി എന്നൂടെ പറയേണ്ടി വരും. ഹിറ്റ്ലറിന് കഴിവുണ്ടായിരുന്നു. ഇതാ കഴിവുണ്ടെന്ന് സ്വയം ധരിച്ച്
വിശ്വസിച്ച് പ്രവർത്തിക്കുക. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അന്ന് കേരളത്തിന്റെ കടം 6.5 ലക്ഷം കോടി രൂപയിലേക്ക് മാറിയിരിക്കുകയാണ്. മാറിയായിരുന്നു, കുറച്ചില്ല. കാരണം 1 ലക്ഷത്തോളം കോടി രൂപയാണ് EMS തുടങ്ങി ഉമ്മൻചാണ്ടി വരെയുള്ള കേരളത്തിന്റെ കടം. പക്ഷെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിന്റെ കടം 6.5 ലക്ഷം കോടി 5.5 ലക്ഷം കോടി രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇനി കടം മേടിക്കാനുള്ള സാധനം ചെയ്യാം. ഇനി സാലറി കൊടുക്കണമെങ്കിൽ, അതേപോലെ ഇനി എന്തെങ്കിലും അദ്ദേഹം എന്തെങ്കിലും പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇനിയും കടം മേടിക്കണം. ഈ കടം മേടിച്ച് കേരളത്തെ മുടിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കുറ്റം. അല്ല, അതിൽ വേറെ പ്രശ്നം, കേരളം ഏറ്റവും പ്രതീക്ഷയോടെ കാണുന്ന ശബരി റെയിലിൻ്റെ പകുതി ചെലവ് വഹിക്കാമെന്ന് കേരള ഗവൺമെൻറ് സമ്മതിച്ചിട്ടുണ്ട്, വാക്കാൽ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ അത് ഇൻ റൈറ്റിംഗ് കൊടുക്കാൻ കഴിഞ്ഞ 6 മാസമായിട്ട് പറ്റിയിട്ടില്ല. അവർ ആ പ്രൊജക്റ്റ് മരവിപ്പിക്കുകയും ചെയ്തു. ആ റെയിൽവേയുടെ പ്രൊജക്റ്റ് മരവിപ്പിച്ചു. അപ്പം ഇത് കൊടുക്കാൻ പറ്റാത്തവരാണ് വീണ്ടും 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 കടം മേടിക്കുക. വേറൊന്നുമില്ല. എല്ലാ തരത്തിലുള്ള അഴിമതി, എല്ലാ തരത്തിലുള്ള സ്വജനപക്ഷപാതം, എല്ലാ തരത്തിലുള്ള ഈ ഗുണ്ടായിസം, പോലീസ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് എതിരാളികളെ തകർക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ, ഒരു പാർട്ടി ഗുണ്ട സിസ്റ്റത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പോലീസ് സംവിധാനം, അങ്ങനെ തുടങ്ങി കേരളത്തിലെ മൊത്തത്തിൽ ക്രമസമാധാനം ആയിക്കോട്ടെ, സമ്പദ് വ്യവസ്ഥ ആയിക്കോട്ടെ, എല്ലാ മേഖലകളിലും തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കേരളത്തിൻ്റെ സ്ഥിതി ഇങ്ങനെ പോകുമ്പോഴും കടക്ക് പുറത്ത് എന്ന് പറയുന്ന സമീപനമാണ് പിണറായി വിജയനുള്ളത്. ഈ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകർക്ക് ഉൾക്കൊള്ളാവുന്ന ഒരു കാര്യമല്ല അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനം എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റും. അല്ല, അതിൽ കാണേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഇപ്പം ഡെവലപ്മെൻറ്റൽ ആസ്പെക്റ്റിൽ ഏത് കാർഷിക മേഖലയിൽ നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്, വ്യാവസായിക മേഖലയിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്. ആകെ വരുന്നത് സർവീസ് സെക്ടറിൽ നിന്ന് വരുമാനം കിട്ടുന്ന ഈ സർവീസ് സെക്ടർ എന്ന് പറഞ്ഞാൽ ടൂറിസമാണ്. ടൂറിസം എവിടെ എത്തി നിൽക്കുന്നു? വീണ്ടും വീണ്ടും കള്ള് കൊടുക്കണം, മയക്കുമരുന്ന് കൊടുക്കണം. ഇപ്പോൾ കാരവൻ ടൂറിസമായി, എന്തുവാകാം. ആ കാരവനിൽ പോയി കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാൻ പോലും പോലീസ് പോവുകയില്ല. അങ്ങനത്തെ രീതിയിലുള്ള ടൂറിസം ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഏറ്റവും നശിക്കുന്ന ഒരു പഴയ ഹോങ്കോങ്ങിൻ്റെ കൂട്ടോ ചൂതുകളി കേന്ദ്രങ്ങളുടെ കൂട്ടോ ഒരു കേന്ദ്രമായി കാരവനിൽ വരുമ്പോൾ എല്ലാം വരും. ലോകത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വിൽക്കുന്ന സ്ഥലം അതാണ്. അല്ല, കേരളം നമ്മുടെ കൊച്ചി പോലും ഉണ്ട്, ഹബ്ബാണ്. പിന്നെ ഏറ്റവും ഇപ്പം ഈ അടുത്ത കാലത്ത് മരടാനീഷിൻ്റെ ഒരു ഇൻ്റർവ്യൂ പറയുന്നുണ്ട്, ഏറ്റവും അധികം മയക്കുമരുന്ന് എത്തുന്ന സ്ഥലം കേരളമാണ്. അതിന് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമാണ് അതിന് കാരണം, പോലീസാണ് കാരണം. അല്ല, അവനെ അറസ്റ്റ് ചെയ്തത് വളരെ തന്ത്രപരമായിട്ട് അതൊരു നമുക്ക് സ്റ്റോറി ആവുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും അവൻ പറഞ്ഞാൽ ഞാൻ അവനൊരു നേതാവായി കാണും, അവൻ്റെ വാക്ക് എടുക്കല്ല. പക്ഷെ അവർക്കറിയാലോ ഇവിടുത്തെ അവൻ ഈ മയക്കുമരുന്നിനെതിരാണ് എന്നുള്ളത് അവൻ പറയുന്നുണ്ട്. അവൻ ഗുണ്ടായിസം കാണിക്കുന്നുണ്ട്, പക്ഷെ മയക്കുമരുന്നിനെതിരാണ് ജനങ്ങളെ കംപ്ലീറ്റ് തകർക്കുന്ന ഒരു രോഗമാണ്. അല്ല, നമ്മുടെ ഇവിടുത്തെ അബ്കാരി പോളിസി മാത്രം നോക്കിയാൽ ഒരു കാലത്ത് വെറും ഷാപ്പിൽ കുറച്ച് എത്തുകാരി എത്തിക്കൊണ്ടിരുന്ന കള്ള് കുടിച്ച് അവിടെ തന്നെ 2 തെറിയൊക്കെ പറഞ്ഞ് പോകുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അതൊക്കെ ചാരായ ഷോപ്പായി ബാറായി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ വീട്ടുമുറ്റത്തേക്ക് കാരവനുമായിട്ട് വന്നാൽ നിങ്ങൾ പെർമിറ്റ് ചെയ്യാൻ കാശ് കിട്ടുമെന്നുള്ള പ്രചരണം. കിറ്റിൻ്റെ കൂട്ടം ആൾക്കാർക്ക് എല്ലാവർക്കും സൗകര്യമുള്ള ഏത് വീട്ടിലും 2 ബാത്റൂം ഉണ്ടെങ്കിൽ അവിടെ കാരവൻ കയറ്റിയിടാം, റെസ്റ്റ് എടുക്കാം, മയക്കുമരുന്ന് എന്തുവാകാം, അങ്ങനെ റിസോർട്ടിൽ പോകണ്ടെന്നേ. അതായത് വ്യഭിചാരം നേരിട്ട് മുന്നിൽ തന്നെ ബസ്സിൽ കയറി ഇരുന്നാൽ മതി, കാരവനിൽ ഇരുന്നാൽ മതി, നിങ്ങൾക്ക് വ്യഭിചരിക്കാം, മദ്യപിക്കാം, മയക്കുമരുന്ന് ഇതാക്കാം, ആരും ചോദിക്കാനും അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിച്ചു. അല്ല, ഈ സ്ഥിതിയിൽ നിന്ന് ഈ കേരളത്തെ രക്ഷിക്കേണ്ടതിന് ഉത്തരവാദിത്തമുണ്ട്. ഇനിയും നിന്ന് കഴിഞ്ഞാൽ, പാർട്ടിയിൽ നിന്ന് കഴിഞ്ഞാൽ അവസാനം നശിച്ചു പോകുമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരുണ്ട്. അവരുടെ ഒരു പരിച്ഛേദമാണ് നമ്മുടെ ആയിഷ പോറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആയിഷ പോറ്റിയിലൂടെ എനിക്ക് തോന്നുന്നത് കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ വ്യാപകമായ രൂപത്തിൽ CPM-ൻ്റെ അണികൾ, VS അച്യുതാനന്ദന് ഏറ്റവും ശക്തിയുള്ള പിന്തുണയുള്ള സ്ഥലമാണ് ഇവിടേക്ക്. ഈ സ്ഥലത്തുള്ള സാധാരണ അണികൾ കേരളം മുഴുവൻ ഉണ്ടെങ്കിലും ഈ മേഖലയിലുള്ള CPM-ൻ്റെ അണികൾ മാറി കുത്താൻ സാധ്യതയുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ പിണറായി വിജയൻ മാറണം എന്നുള്ള ഉദ്ദേശത്തോടെ, പാർട്ടിയെ രക്ഷിക്കണം എന്നുള്ള ഉദ്ദേശം. ഇനിയും പാർട്ടി നശിച്ച് ഇല്ലാതായിരിക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. പാർട്ടിയെ രക്ഷിക്കണമെങ്കിൽ മാറിക്കുത്തുന്നതാണ് നല്ലത്. ആയിഷ പോറ്റി ഒരു തുടക്കമാണ്. പൊട്ടി ഇങ്ങനെ നിൽക്കുകയാണ്, അത് പൊട്ടി ഇങ്ങോട്ട് ചാടിയത് ആയിഷ പോറ്റിയിലൂടെയാണ്. ആയിഷ പോറ്റിയിലൂടെ ലക്ഷക്കണക്കിന് സാധാരണ പ്രവർത്തകരാണ് ഇത്തവണ UDF-ന് വോട്ട് ചെയ്യാൻ സാധ്യത. കാരണം UDF ആണ് ഭരണത്തിൽ വരാൻ സാധ്യതയെന്ന് അവർ പഠിച്ചു വെച്ച് ജനങ്ങൾ മനസ്സിലാക്കി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ ജനങ്ങൾ ആയിഷ പോറ്റിയുടെ കീഴിൽ നിന്നുകൊണ്ട്, ആയിഷ പോറ്റിയെ അനുകരിച്ചുകൊണ്ട് ഈ ജില്ലകളിൽ നിന്നൊക്കെ വലിയ ഒഴുക്ക് UDF-ലേക്ക് ഉണ്ടാകും.
അത് CPM-ൻ്റെ നാശത്തിന് കാരണമായി തീരും. ആയിഷ പറ്റിയായിരിക്കും അതിന് തുടക്കക്കാരി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. എല്ലാവരും അതുപോലെ ശ്രീരഞ്ജ കുഞ്ഞമ്മയുണ്ട് CPI പോകുന്നത് ആണ്. പക്ഷെ ആയിഷ പറ്റി ഒരു MLA 3 തവണ ആയ ആളാണ്. ഒരു കുറ്റം അവരെ പറ്റി ആരോടും പറയാൻ പറ്റില്ല. അല്ല, അവരെ പറ്റി CPM നേതാക്കന്മാർക്ക് പോലും അനാവശ്യമൊന്നും പറയാൻ പറ്റുന്നില്ല. CPM-കാർ സൈലന്റാ, ഒന്നും പറയാൻ പറ്റുന്നില്ല. അതിന്റെ അർത്ഥം സൈലന്റ് ആയിട്ട് CPM-ന്റെ അണികൾ ഇന്നലെ വരെ പേടിച്ചിരുന്ന, നേതൃത്വത്തിനെതിരെ മിണ്ടാൻ പേടിച്ചിരുന്ന നേതാക്കന്മാർ പോലും പിണറായി വിജയൻ അടിച്ചമർത്തി ഓരോരുത്തരെ മാറ്റി പോകുന്നതിന് പകരം അവർ പുറത്തു ചാടി ഇപ്പോൾ UDF ആണ് വരാൻ സാധ്യത, പിണറായി വിജയൻ ഇവിടുന്ന് ഓട്ടിക്കാൻ അതാണ് മാർഗം, അല്ലെങ്കിൽ പാർട്ടിയെ തീർന്നു പോകും, പാർട്ടി നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ. സാറ് പറഞ്ഞ് ഞാനൊന്നുകൂടെ ജസ്റ്റ് ആടിയോ വീട് ഇതിൽ സാറ് പറഞ്ഞ 100% ശരിയാണ്. പതിവില്ലാത്ത രീതിയിൽ CPM-ൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി കേരളത്തിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങൾ പല ജില്ലകളിലും ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു. മറ്റേത് ബേബി മിണ്ടാറില്ല, ഇവിടുന്ന് എന്തെങ്കിലും മെയിൽ അയക്കും, കാശ് കിട്ടും. അതുകൊണ്ട് ഡൽഹിയിൽ സ്വസ്ഥമായിട്ടിരുന്ന മനുഷ്യൻ ഇപ്പോൾ കേരളത്തിലെ പല ജില്ലകളിലെയും രാഷ്ട്രീയ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങളിലും പുറത്തെ പ്രശ്നങ്ങളിലും, ഇപ്പോൾ ജോസ് കെ മാണിയുടെ പ്രശ്നം, ഇതിലെല്ലാം അയാൾ ഇടപെട്ട് തുടങ്ങി. അത് മറ്റു ചില സൂചനകൾ കൂടെ പാർട്ടിയിൽ നിന്ന് വരുന്നുണ്ട്. അതായത് പിണറായി വിജയൻ മാറി നിൽക്കേണ്ടി വരും എന്നുള്ള സൂചനയാണ്. MA ബേബി അധികാരത്തിലേക്ക് വന്ന് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നു. അയാൾ പണ്ട് ആരെങ്കിലും ആവട്ടെ, ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടുകളൊക്കെ പലതും ശരിയായി തോന്നാറുണ്ട്. മുഖ്യമന്ത്രി ആകാൻ പറ്റും. അപ്പോൾ എന്തായാലും അദ്ദേഹത്തെ ഇവിടുന്ന് ഓട്ടിച്ചതാണ്. തിരിച്ച് MA ബേബി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നോട്ടമിടുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാരണം. CPM-ൻ്റെ ഉള്ളിൽ MA ബേബി കുറച്ചും കൂടി ശക്തനാവുന്നു, പിടിമുറുക്കുന്നു എന്ന് കൂടി വേണമെങ്കിൽ ഈ അവസ്ഥയിൽ, അല്ലെങ്കിൽ പാർട്ടി ഇല്ലാതാകും എന്നുള്ള കൃത്യമായുള്ള ഒരു മെസ്സേജാണ് അദ്ദേഹം കൊടുക്കുന്നത്. നന്ദി, നമസ്കാരം.